ഈ അരുണിലേക്ക് എങ്ങനെ എത്തിയത്? പുള്ളിക്കാരൻ ട്രിവാൻഡ്രമാണ്, നേരിട്ട് കണ്ട് മീറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അരുണിലോട്ട് വന്നത്. പിന്നെ ഓൾറെഡി പുള്ളിക്കാരൻ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അതെ അതെ, അതാണ് പുള്ളിയെ ചൂസ് ചെയ്യാനുള്ള കാര്യം. ആണ്. പുള്ളിയെ കൺവിൻസ് ചെയ്തെടുത്ത എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ആൽബം? അതായത് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണല്ലോ, സിനിമയിൽ അഭിനയിക്കുന്നവരോട് പെട്ടെന്ന് നമ്മളൊരു ആൽബമെന്നോ ഒരു യൂട്യൂബ് ഷോർട്ട് ഫിലിമെന്നോ വെബ് സീരീസ് എന്നൊക്കെ പറയുമ്പോൾ അവരൊരു 3-4 തവണ ആലോചിച്ചിട്ടാണ് വേണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുക. ഇദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും എടുത്ത? എനിക്ക് തോന്നുന്നു ആ സോങ് കേട്ടതിന് ശേഷമാണ് പുള്ളി ഇൻട്രസ്റ്റ് ആയത് കൂടുതൽ. ആണ്. നമ്മുടെ വീട്ടില് ഈ സാധനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു? വീട്ടിലെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ആദ്യം അവർ പാട്ട് കേട്ടു. ഇത് പാട്ടാ എന്താണ്, നമ്മളത് പാടി പിന്നെ ട്രാക്ക് പാടുമല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ അവരത് പാട്ട് കേട്ടു. അപ്പോൾ തന്നെ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാ? എല്ലാവരെയും ഒരുപോലെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ആ ഫീമെയിൽ ആ ഒരു മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വരികളെല്ലാം ഒരേപോലെ ഇഷ്ടപ്പെട്ട്. ആണ്. ഡയറക്ടർക്കും അങ്ങനെയാണോ? നമുക്ക് ഏതെങ്കിലും ചില വരികളോട് നമുക്ക് ചില ഒരു പ്രത്യേക താല്പര്യം തോന്നില്ലേ? പെണ്ണേ നീ കൽവല്ല ആണ്.